കഥ തിരിച്ചറിവിൻ്റെ ഉത്സവരാവ്. രചന അനിൽ മണ്ണത്തൂർ. അവതരണം രേണുക രാധാകൃഷ്ണൻ, വണ്ടൂർ. തിരിച്ചറിവിൻ്റെ ഉത്സവരാവ്. ചെറുകഥ. രചന അനിൽ മണ്ണത്തൂർ. ശബ്ദം രേണുക രാധാകൃഷ്ണൻ, വണ്ടൂർ. പന്നിക്കോട് തൃക്കളയൂർ ക്ഷേത്രമുറ്റത്ത് ഉത്സവത്തിൻ്റെ ലഹരി അലതല്ലുകയായിരുന്നു. മകരനിലാവിൽ കുളിച്ചു നിൽക്കുന്ന ക്ഷേത്രമതിലകത്ത് വർണ്ണവിളക്കുകളുടെ മാലപ്പടക്കം തൂങ്ങിക്കിടക്കുന്നു. ചുറ്റമ്പലത്തിലെ വിളക്കുമാടത്തിൽ കത്തുന്ന ആയിരക്കണക്കിന് ദീപങ്ങൾ ആ രാത്രിക്ക് സ്വർണ്ണ നിറം പകർന്നു. ചെണ്ടമേളത്തിന്റെ തരംഗങ്ങൾ വായുവിൽ അലിഞ്ഞു ചേരുമ്പോൾ ചുറ്റും കൂടുന്ന ജനസഞ്ചയം ഒരു കടലുപോലെ ആടി ഉലയുകയായിരുന്നു. ആളൊഴിഞ്ഞ ഒരിടം തേടിയാണ് കിരൺ തെക്കേ നടയിലേക്ക് നീങ്ങിയത്. സർക്കാർ ആശുപത്രിയിലെ OP ടിക്കറ്റ് കൗണ്ടറിലെ തിരക്കിട്ട 10 മണിക്കൂറുകൾ അയാളെ വല്ലാതെ തളർത്തിയിരുന്നു. കൗണ്ടറിലെ ആ ചെറിയ ദ്വാരത്തിലൂടെ നീളുന്ന കൈകളും പരിഭവങ്ങളും വരി തെറ്റിക്കുന്നവരോടുള്ള തന്റെ തട്ടിക്കയറലുകളും ഒരു ദുസ്വപ്നം പോലെ അയാളുടെ ഉള്ളിൽ വേട്ടയാടിക്കൊണ്ടിരുന്നു. ക്ഷേത്രമുറ്റത്തു നിന്നും താഴെ വിശാലമായി പരന്നു കിടക്കുന്ന തൃക്കളയൂർ കുളത്തിലേക്ക് കിരൺ നോക്കി. നിലാവേറ്റു തിളങ്ങുന്ന ആ കുളം ഒരു വലിയ കണ്ണാടി പോലെ ശാന്തമായി കിടക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നും കുളക്കടവിലേക്കുള്ള ചെങ്കൽപ്പടികൾ കുത്തനെ താഴോട്ടാണ്. ഇറങ്ങാൻ അല്പം ആയാസമുള്ള വീതി കുറഞ്ഞ ആ പടികൾ ഓരോന്നും ചരിത്രത്തിന്റെ സ്പർശനമേറ്റവയാണ്. പടികൾ ഓരോന്നായി ഇറങ്ങി താഴെ തണുത്ത കാറ്റേറ്റ് നിൽക്കുമ്പോൾ മനസ്സിന് അല്പം ആശ്വാസം ലഭിക്കുമെന്ന് അയാൾ കരുതി. പടികൾ ഇറങ്ങാൻ തുടങ്ങവെയാണ് പിന്നിൽ നിന്നും ഒരാൾ ആവേശത്തോടെ ഓടി വന്നത്. സാറേ, സാറേ എന്ന വിളിയോടെ ഏകദേശം 25 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് കിരണിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. നിലാവെളിച്ചത്തിൽ അവന്റെ മുഖത്തെ ആ നിഷ്കളങ്കമായ ചിരി കണ്ടപ്പോൾ കിരൺ അമ്പരന്നുപോയി. തന്റെ നാട്ടുകാരനോ പരിചയക്കാരനോ അല്ലാത്ത ഒരാൾ ഇത്ര സ്നേഹത്തോടെ തന്നെ വന്ന് പൊതിയുന്നത് അയാൾക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. തൊട്ടു പിന്നാലെ കിതച്ചുകൊണ്ട് ആ അമ്മയും ഓടിയെത്തി. രാവിലെ ആശുപത്രിയിലെ തിരക്കിനിടയിൽ വരി നിൽക്കാൻ പറഞ്ഞ് താൻ ദേഷ്യപ്പെട്ട് മടക്കിയ അതേ അമ്മ. മകനെ കിരണിന്റെ അടുത്തുനിന്നും പതുക്കെ മാറ്റി നിർത്തി ആ അമ്മ കൈകൂപ്പി. ക്ഷമിക്കണം സാറേ, ഇവനെ കണ്ടപ്പോൾ സാറിന് മനസ്സിലായില്ലല്ലേ? അവർ തുടർന്നു. രാവിലെ ഇവനെ പുറത്തു നിർത്തിയിട്ടാണ് ഞാൻ സാറിനോട് വന്ന് സംസാരിച്ചത്. ഇവൻ ഇങ്ങനെയാ, ആരെ കണ്ടാലും ചിരിക്കും, സാറേ എന്ന് വിളിച്ച് ഓടി വരും. ബുദ്ധിക്ക് അല്പം കുറവുണ്ട്. രാവിലെ ഇവന്റെ വയറുവേദന കണ്ട് സങ്കടം സഹിക്കവയ്യാതെയാണ് ഞാൻ ക്യൂ തെറ്റിച്ചു വന്നത്. വരി നിൽക്കാതെ വന്ന എന്റെ പ്രവൃത്തി തെറ്റാണെന്ന് എനിക്കറിയാം സാറേ. തിരക്കിനിടയിൽ സാറിന് ദേഷ്യം വന്നതും സ്വാഭാവികം. കിരണിന്റെ ഉള്ളിൽ വലിയൊരു മിന്നൽ പിണർപ്പാഞ്ഞുപോയി. ആ കൗണ്ടറിലെ ചെറിയ ദ്വാരത്തിലൂടെ താൻ കണ്ടത് ഒരു അമ്മയുടെ വെറും തിരക്കായിരുന്നില്ല. മകന്റെ വേദന കണ്ട് വെമ്പുന്ന ഒരമ്മയുടെ ആകുലതയായിരുന്നു. ആ മകന്റെ നിഷ്കളങ്കമായ മുഖം രാവിലെ കണ്ടിരുന്നെങ്കിൽ താൻ ഒരിക്കലും ആ അമ്മയോട് കയർക്കില്ലായിരുന്നു. തിരക്കും ജോലിഭാരവും തന്റെ കാഴ്ചയെ എത്രത്തോളം മറച്ചിരിക്കുന്നു. ഇവന് വയറുവേദന കുറഞ്ഞപ്പോൾ ഉത്സവത്തിന് വരണമെന്ന് വലിയ വാശിയായിരുന്നു. എനിക്ക് ഇവനല്ലാതെ വേറെ ആരുമില്ല സാറേ. ആ അമ്മയുടെ വാക്കുകളിൽ സ്നേഹത്തിന്റെ നനവുണ്ടായിരുന്നു. ആ യുവാവ് വീണ്ടും കിരണിന്റെ കയ്യിൽ പതുക്കെ തട്ടി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ചിരിച്ചു. ലോകത്തെ തിന്മകളൊന്നും തൊട്ടുതീണ്ടാത്ത ആ ചിരി കിരണിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. ഇല്ല അമ്മേ, എന്നോടാണ് ക്ഷമിക്കേണ്ടത്.
ആ തിരക്കിനിടയിൽ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. കിരൺ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. തൃക്കളയൂർ തേവർ ആ നിമിഷം തന്റെ മുന്നിൽ സത്യം വെളിപ്പെടുത്തിയത് പോലെ അയാൾക്ക് തോന്നി. ആൾക്കൂട്ടത്തിനിടയിലേക്ക് കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന ആ അമ്മയെയും മകനെയും നോക്കി നിൽക്കുമ്പോൾ കിരണിന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. തൃക്കളയൂർ കുളത്തിലെ ശാന്തമായ ജലം പോലെ അയാളുടെ ഉള്ളിലെ കലുഷിതമായ ചിന്തകളും അടങ്ങി. നാളെ കൗണ്ടറിൽ ഇരിക്കുമ്പോൾ ഓരോ കൈകൾക്കും പിന്നിൽ വേദനിക്കുന്ന ഒരു ജീവിതമുണ്ടാകുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു.